ഹായ്, ഞാൻ നജീബ് നൂർ മഹൽ. +2 ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിലെ വളരെ ബേസിക്കായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും എമൗണ്ട്സ് ഈക്വൽ ആണ്, അഥവാ ഒബ്ജക്റ്റിലെ നെറ്റ് ചാർജ് 0 ആണെന്ന് നാം പഠിച്ചു. ഇലക്ട്രിക്കലി ന്യൂട്രലായ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് ഇലക്ട്രിക്കലി ചാർജ് ചെയ്യുന്നത്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ചാർജ് ചെയ്യുന്നതിൻ്റെ 3 വഴികൾ നാം പഠിച്ചു. ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആൻഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇലക്ട്രിക് ചാർജുകളുടെ 3 ബേസിക് പ്രോപ്പർട്ടീസ് നാം മനസ്സിലാക്കി. അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്, കൺസർവേഷൻ ഓഫ് ചാർജസ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജസ്. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്ന് നാം മുമ്പേ മനസ്സിലാക്കിയതാണ്. ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് മറ്റൊരു നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത് വെച്ചാൽ റിപ്പൽഷൻ ഉണ്ടാകും, ഒരു പോസിറ്റീവ് ചാർജ് മറ്റൊരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് വെച്ചാൽ റിപ്പൽഷൻ ഉണ്ടാകും, അഥവാ ലൈക്ക് ചാർജസ് റിപ്പൽ. അതേ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ് അടുത്ത് വെക്കുകയാണെങ്കിൽ അവിടെ അട്രാക്ഷൻ ഉണ്ടാകും. റിപ്പൽഷൻ ആയാലും അട്രാക്ഷൻ ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ചാർജുകൾ തമ്മിലുള്ളത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണും ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോണും തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. 2 ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് കൂലോംസ് ലോ. ഇന്ന് നാം പഠിക്കുന്നത് 2 ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂലോംസ് ലോ ആണ്. കൂലോംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് റെസ്റ്റിലുള്ള പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പോയിന്റ് ചാർജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് ചാർജുകളുടെ സൈസ് വളരെ ചെറുതാണെങ്കിൽ ആ ചാർജുകളെ നമുക്ക് പോയിന്റ് ചാർജസ് എന്ന് പറയാം. അപ്പൊ റെസ്റ്റിലുള്ള 2 പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷനെ കുറിച്ച് കൂലോംസ് ലോ എന്താണ് പറയുന്നത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ between any 2 point charges at rest is directly proportional to the product of the magnitudes of the charges and inversely proportional to the square of the distance between the 2 charges. 2 റെസ്റ്റിലുള്ള 2 ചാർജുകൾ തമ്മിലുള്ള പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതത്തിലാണ്. എന്തുമായിട്ട്? പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദി ചാർജസ്. പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്തുമായിട്ട്? 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ്. അപ്പോൾ Q1 × Q2, Q1 ഉം Q2 ആണ് 2 ചാർജ്. പിന്നെ എഫ് ഈസ് inversely proportional to the square of the distance between the charges. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ F proportional to Q1 Q2 by R². ഈ റിലേഷൻ നമ്മളൊരു ഇക്വേഷൻ ആക്കി മാറ്റുമ്പോൾ F is equal to എന്ന് എഴുതുമ്പോൾ അവിടെ നമ്മൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് 1/4π epsilon 0 Q1 × Q2 by R². ഈ എപ്സിലോൺ എന്നത് ഗ്രീക്ക് ലെറ്റർ ആണ്. ഇത് മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ നാം സങ്കല്പിച്ചത് ഈ 2 ചാർജുകൾക്കിടയിലുള്ള മീഡിയം എയർ ആണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസ് വാക്വം ആണെങ്കിൽ അവിടെയൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടി സെയിം ആണ്. അപ്പോൾ ഈ 0 സൂചിപ്പിക്കുന്നത് എയർ അല്ലെങ്കിൽ വാക്വം ഫ്രീ സ്പേസ് ആണ്, മീഡിയം എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 is equal to 8.854 into 10⁻⁻12. ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഈ എപ്സിലോൺ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയും ഈ ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യുക. നമുക്ക് ഇക്വേഷൻ യൂണിറ്റ് മനസ്സിലാക്കാം. മേലെ 2 ചാർജുകളുടെ പ്രോഡക്റ്റ് ആണ്, അപ്പോൾ കൂളോം സ്ക്വയർ. താഴെ ഈ ഫോഴ്സ് ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ന്യൂട്ടൺ, ഡിസ്റ്റൻസ് സ്ക്വയറിന് മീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0 എന്നത് എയറിന്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റിയാണ്. ഇനി 2 ചാർജുകൾ
നാം വെക്കുന്നത് വേറെ ഒരു മീഡിയത്തിലാണെങ്കിൽ, ഉദാഹരണത്തിന് വാട്ടർ, അങ്ങനെ വേറെ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് യൂസ് ചെയ്യാം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് രണ്ട് മാഗ്നറ്റിക് പോൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ കേസ് ഒന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും അടുത്ത് കൊണ്ടുവന്നാൽ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാകും. അത് വായുവിലാണെങ്കിൽ നമുക്കതിൻ്റെ അട്രാക്ഷൻ നോട്ടീസ് ചെയ്യും എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഈ രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയ്ക്ക് ഒരു വുഡൻ പീസ് നാം വെക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അതിന് കാരണം ഈ വുഡൻ പീസിൻ്റെയും എയർ എന്ന മീഡിയത്തിൻ്റെയും പെർമിയബിലിറ്റി വ്യത്യാസമാണ്. അത് ഇലക്ട്രിക് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ കേസിൽ അത് പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ ഈ എപ്സിലോൺ എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഈ 1/4πε0 എന്നതിൽ എപ്സിലോൺ 0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4πε0 ഈക്വൽ ടു 9 × 10⁻9 എന്ന് ലഭിക്കും. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F is equal to 9 × 10⁻9 × Q1 Q2 divided by R². അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ചാർജുകൾ Q1 Q2 R എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എയർ എന്ന മീഡിയത്തിലാണെങ്കിൽ, വാക്വത്തിലോ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ കണ്ടുപിടിക്കാം. ഇനി രണ്ട് ചാർജുകൾ വെച്ചിരിക്കുന്നത് എയർ അല്ലാത്ത മറ്റേതെങ്കിലും മീഡിയത്തിലാണെങ്കിൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി അറിയണം, അതല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിയണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് മറ്റൊരു പേര് കൂടെയുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് മീഡിയത്തിലും രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ കണ്ടുപിടിക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് ഡെൻസിറ്റി, ഇതുപോലെയുള്ള ടേംസ് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് permittivity of any medium with respect to the permittivity of air. അപ്പോൾ പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് നാം ഉപയോഗിക്കുന്ന ലെറ്റർ അബ്സല്യൂട്ട് R ആണ്. അതിന് മറ്റൊരു പേര് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, അതിന് നൊട്ടേഷൻ K ആണ്. ഇസ് എ റേഷ്യോ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓഫ് വാക്വം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ പെർമിറ്റിവിറ്റി ഓഫ് ദ ന്യൂ മീഡിയം ഓർ എനി മീഡിയം എപ്സിലോൺ ഇസ് ഈക്വൽ ടു K എപ്സിലോൺ 0 എന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് മീഡിയത്തിലെയും ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഇൻ എനി ന്യൂ മീഡിയം other than air or free space we can find 1/4π എപ്സിലോൺ എന്നാണ് വേണ്ടത്. അവിടെ നമുക്ക് K എപ്സിലോൺ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു Q1 Q2 by R². ഇവിടെ K ഒഴികെയുള്ള ബാക്കി ടേംസ് എയറിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ്. 1/4π എപ്സിലോൺ 0 Q1 Q2 by R². പുതുതായിട്ട് വന്ന ടേം K ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം, ഫോഴ്സ് ഇൻ എനി മീഡിയം is equal to ഇത്രയും ടേംസ്, ഈ K ഒഴികെയുള്ള ടേംസ് അത് ഫോഴ്സ് ഇൻ വാക്വം ഓർ എയർ ആണ്, ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളത് K ആണ്. അപ്പോൾ നേരത്തെ നാം രണ്ട് ചാർജുകൾ എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ വെച്ചാൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ കാണാനുള്ള ഇക്വേഷൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. F is equal to 1/4π എപ്സിലോൺ 0 Q1 Q2 by R². ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നാം എയറിലെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിലെ ഫോഴ്സ് കണ്ടുപിടിച്ചാൽ അതിനെ പുതുതായി തരുന്ന ഏത് മീഡിയത്തിൻ്റെയും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്താൽ ആ മീഡിയത്തിൽ ഈ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയും. ഇനി നാം പഠിച്ച ഇക്വേഷൻസ് ഉപയോഗിച്ച് രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നാം ചെയ്യുന്നത്. Two point charges
3 microcoulomb and 2 microcoulomb are separated by a distance of 10 centimeter in air. അപ്പോൾ 2 പോയിന്റ് ചാർജുകൾ 3 മൈക്രോകൂളും 2 മൈക്രോകൂളും 10 സെൻറ്റിമീറ്ററിൽ വെച്ചിരിക്കുകയാണ്, എയറിലാണ് 2 ചാർജുകളും വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം? ആ 2 ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് ഇഫ് എ മീഡിയം ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ 2 ചാർജസ്. അപ്പോൾ ആ 2 ചാർജുകൾക്കിടയിൽ എയറിന് പകരം ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ഉള്ള മറ്റൊരു മീഡിയം പ്ലേസ് ചെയ്താൽ ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ 2 പാർട്ട് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 ചാർജുകൾ 3 മൈക്രോകൂളും 2 മൈക്രോകൂളും ആണ്. മൈക്രോകൂളമ്പിന് കൂളമ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ചാർജുകൾ 3 × 10⁻6 കൂളോം, 2 × 10⁻6 കൂളോം. 2 ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് r 10 സെൻറ്റിമീറ്റർ ആണ്. സെൻറ്റിമീറ്ററിൽ നിന്ന് SI യൂണിറ്റിലേക്ക് മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അഥവാ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 × 10⁻², അത് 10⁻⁻1. 2 ചാർജുകൾ വായുവിലാണ്, എയറിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എ പാർട്ടിൽ, ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ. അപ്പോൾ ഇക്വേഷൻ 1/4πε0 × Q1 Q2/r². നമുക്കറിയാം ഈ 1/4πε0 എയറിലായതുകൊണ്ട് 9 × 10⁻9 ആണ്. ഇൻറ്റു Q1 3 × 10⁻6, Q2 2 × 10⁻6 ഡിവൈഡഡ് ബൈ 10⁻1² അപ്പോൾ ഇതിലെ നമ്പേഴ്സൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 6 × 9 54 ഇൻറ്റു 10 പവേഴ്സൊക്കെ ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് -6 -12 -12 + 3 10⁻⁻3. ഇനി ഡിനോമിനേറ്ററിൽ 10⁻⁻1ൻ്റെ സ്ക്വയർ ആണ്, അപ്പോൾ 10⁻⁻2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 54 × 10⁻⁻2 താഴെ ഉണ്ട്, 10⁻⁻3 മേലെ ഉണ്ട്. അപ്പോൾ 54 × 10⁻⁻1 അഥവാ 5.4 ന്യൂട്ടനാണ് ആ 2 ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ഫോഴ്സിൻ്റെ നേച്ചർ റിപ്പൽസീവ് ആണ്. റിപ്പൽസീവ് ഫോഴ്സ് ആണ് 2 ചാർജുകൾ തമ്മിലുണ്ടാകുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഈ 2 ചാർജുകളിൽ ഇടയിലുള്ള മീഡിയം എയർ ആയിരുന്നു ആദ്യത്തെ പാർട്ടിൽ, അത് മാറ്റിയിട്ട് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ഉള്ള ഒരു മീഡിയം വെക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിന് എന്ത് സംഭവിക്കുമെന്നാണ്. അഥവാ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K തന്നിരിക്കുന്നത് 3 ആണ്. നമുക്കറിയാം, തൊട്ട് മുമ്പേ നാം ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. എയറിൽ 2 ചാർജുകൾ തമ്മിൽ എയറിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള ഫോഴ്സ് അറിയാമെങ്കിൽ മറ്റേത് മീഡിയത്തിലെ ഫോഴ്സ് F ഇൻ എനി മീഡിയം ഈസ് ഈക്വൽ ടു F ഇൻ വാക്വം ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K. അപ്പോൾ ഈ 2 ചാർജുകൾ തമ്മിൽ വാക്വത്തിൽ എയറിൽ സെപ്പറേറ്റ് ചെയ്തപ്പോഴുള്ള ഫോഴ്സ് 5.4 ന്യൂട്ടൺ ആണ്. ഇപ്പോൾ പുതിയ മീഡിയത്തിൽ വെച്ചു, ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 3 ആണ്. അപ്പോൾ 5.4 ഡിവൈഡഡ് ബൈ 3, അതിൻ്റെ ആൻസർ 1.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ പുതിയ മീഡിയത്തിലെ ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 1.8 ന്യൂട്ടൺ എന്ന് ലഭിച്ചു. അപ്പോൾ 2 പോയിന്റ് ചാർജുകൾ തമ്മിൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അത് എയറിൽ വെച്ചാലും ഇനി വേറെ ഏതെങ്കിലും മീഡിയത്തിലാണെങ്കിലും ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തിരിക്കുന്നു. ഇനിയും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യണം. 2ൽ കൂടുതൽ ചാർജുകൾ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, അഥവാ മൾട്ടിപ്പിൾ ചാർജസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, അതിൽ ഏതെങ്കിലും ഒരു ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യണം. ഈ ചിത്രത്തിൽ Q1, Q2, Q3 എന്നിങ്ങനെ 3 ചാർജുകൾ കാണാം. ഇതിൽ Q1 എന്ന ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ആ ചാർജിന് മുകളിൽ Q2,
Q3 എന്നീ ചാർജുകൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ വെക്റ്റർ സം കാണണം എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഇവിടെ Q1 എന്ന ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് F1 is equal to F12 plus F13. അപ്പോൾ 1 എന്ന ചാർജിന് മുകളിൽ 2 എന്ന ചാർജ് Q2 എന്ന ചാർജ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതേ ചാർജിന് മുകളിൽ Q3 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എല്ലാം കണ്ട് അതിൻ്റെ വെക്റ്റർ സം കാണണം. ഇനി അതിൽ കൂടുതൽ ചാർജുകൾ ഉണ്ടെങ്കിൽ എല്ലാ ഫോഴ്സുകളും കണ്ട് അതിൻ്റെയൊക്കെ വെക്റ്റർ സമ്മാണ് Q1 എന്ന ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ്. രണ്ടിൽ കൂടുതൽ ചാർജുകൾ ഉള്ള ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ 3 ചാർജുകളുണ്ട്, Q1, Q2, Q3. Q3 എന്ന ചാർജ് Q1, Q2 എന്നീ 2 ചാർജുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിൽ മിഡ് പോയിന്റിലാണുള്ളത്. Q3 എന്ന ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2 ഈസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ടോട്ടൽ ഫോഴ്സ് ഓൺ Q3 കണ്ടുപിടിക്കാൻ ആദ്യം നാം ഈ മറ്റ് 2 ഫോഴ്സ് അഥവാ Q3യുടെ മുകളിൽ Q1 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെയും Q3യുടെ മുകളിൽ Q2 അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെയും ഡയറക്ഷൻ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. F31 എന്നുള്ളത് ദ ഫോഴ്സ് ഓൺ Q3 ഡ്യൂ ടു Q1. അത് റിപ്പൽഷൻ ആണ്, അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കാണ് ആ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. Q1 എന്ന ചാർജ് പോസിറ്റീവാണ്, Q3 എന്ന ചാർജും പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ F31 ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. പക്ഷേ ഈ Q2 എന്നത് മൈനസ് ചാർജ്, നെഗറ്റീവ് ചാർജാണ്, അത് Q3യെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ Q3 എന്ന ചാർജിന് മുകളിൽ 2 ഫോഴ്സും സെയിം ഡയറക്ഷനിലാണെന്ന് മാത്രമല്ല ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആയിരിക്കും. കാരണം 2 ഭാഗത്തുമുള്ള ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാനിവിടെ F31 മാഗ്നിറ്റ്യൂഡ് അത് F32 മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആണ്. ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം 9 × 10⁹ ഇൻറ്റു Q1 എന്നത് 3 × 10⁻⁻6, അടുത്ത ചാർജ് 2 × 10⁻⁻6 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മിഡ് പോയിന്റിലേക്ക് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 × 10⁻²² സ്ക്വയർ. അപ്പോൾ ഇത് തൊട്ട് മുമ്പ് നാം ചെയ്ത അതേ ന്യൂമറിക്കൽ വാല്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം, അത് 5.4 ന്യൂട്ടൺ ആണ്. F31 ആൻഡ് F32 ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഇസ് 5.4. പക്ഷേ ഈ 2 ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ Q3 എന്ന ചാർജിന് മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കാണാൻ F3, the net force on the charge Q3 is equal to the force on 3 due to the charge 1 F31 plus the force on the charge 3 due to Q2. ഇത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ 5.4 plus 5.4 10.8 ന്യൂട്ടൺ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ്. നാം ഇവിടെ നടത്തിയിരിക്കുന്നത് വെക്റ്റർ അഡിഷൻ ആണ്. കൂലംസ് ലോ ഉപയോഗിച്ച് 2 ചാർജുകളുടെ അല്ലെങ്കിൽ 2ൽ കൂടുതൽ ചാർജുകൾ, അത് എയർ എന്ന മീഡിയത്തിൽ വെച്ചാലും ഇനി മറ്റേതെങ്കിലും മീഡിയത്തിൽ വെച്ചാലും തമ്മിലുള്ള ഫോഴ്സുകൾ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഈ ഭാഗത്ത് നാം പഠിച്ചത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.